അപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്നതിൽ തീരുമാനം ഞായറാഴ്ചയാണ്. KPCC ആസ്ഥാനത്ത് ചേരുന്ന നിയുക്ത MLA-മാരുടെ യോഗം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള തീരുമാനം AICC അധ്യക്ഷന് വിട്ടു. നിയുക്ത MLA-മാരുമായി AICC നിരീക്ഷകർ വെവ്വേറെ കൂടിക്കാഴ്ച നടത്തുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MLA-മാർ നടത്തിയ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. എന്തൊക്കെ എനിക്ക് പറയാനുണ്ടോ അതൊക്കെ ഞാൻ ലീഡർഷിപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അവര് യുക്തമായ തീരുമാനം എടുക്കും. വാട്ട് എവർ ഡിസിഷൻ ഐ ഹാവ് ടു സേ, ഐ ഹാവ് സെഡ് മൈ ലീഡർഷിപ്പ്. മൈ ലീഡർഷിപ്പ് വിൽ ടേക്ക് ദ ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. നിരീക്ഷകരെ കണ്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞായറാഴ്ച അറിയാം. അല്ല, അതിപ്പോ ഡൽഹിയിൽ പോയിട്ട് വേണ്ട തീരുമാനിക്കാൻ. ഡൽഹി ഹൈക്കമാൻഡിന്റെ അടുത്തുള്ള പ്രഖ്യാപനം തന്നെ. ഓക്കെ, ഞങ്ങളുടെ ഒരു രീതിയില്ലേ, ആ രീതിയുടെ ഒരു പ്രോസസ്സ് മാത്രമായത്. ആ പ്രോസസ്സ് അങ്ങനെ നടക്കട്ടെ. അത് അവിടെ ചെന്ന് അഭിപ്രായം പറയുന്ന ആളുകൾ അതേമാതിരി വന്ന് പുറത്ത് വന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് ഞാൻ ഇതൊന്നും പറയുന്നില്ല എന്നുള്ളത് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നല്ല സുഖം. MLA-മാരാണ് രഹസ്യം പറയാൻ പാടില്ല. അറിയില്ല. എനിക്കറിയില്ലാത്ത കാര്യം ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അത് തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ. ഓരോരുത്തരായിട്ട് കാണുകയാണ്. എല്ലാവരും അവരവരുടെ, നമ്മൾ ജനാധിപത്യ അതിനെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെയാണ് അഭിപ്രായം എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ അഭിപ്രായം പറഞ്ഞിട്ടാണ് വരുന്നത്. അത് തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡിലാണ്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിയാകാനില്ല എന്ന കടുത്ത നിലപാടിലാണ് VD സതീശൻ. MLA-മാർക്കൊപ്പം ഘടകകക്ഷികളുടെയും നിലപാട് ആരായണമെന്നാണ് ആവശ്യം. അലക്സ് റാമു തന്നെ വാർത്തകൾ വിവരിച്ചിരുന്നു. അലക്സ്, എന്തായാലും കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടായേ മതിയാവുകയുള്ളൂ. അധികം വൈകാതെ ആ മുഖ്യമന്ത്രിയെ അധികം കലാപങ്ങൾക്കിടയാക്കാതെ അത് പ്രഖ്യാപിക്കൽ ജനവിധിയോട് കോൺഗ്രസ് കാണിക്കേണ്ട, UDF കാണിക്കേണ്ട ഒരു ബഹുമാനവും മര്യാദയുമാണ്. അപ്പോൾ അതിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളിൽ MLA-മാർ ഈ നിരീക്ഷകരോട് വൺ ടു വണ്ണിൽ പറയുന്ന കാര്യങ്ങളുടെ എന്തെങ്കിലും സൂചനയുണ്ടോ അലക്സ്? ഹഷ്മി, 63 പേരാണ് കോൺഗ്രസ് പാനലിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചു കയറിയത്. അത് ഇടത് കോട്ടകൾ ഇളക്കി മറിച്ചാണ് പലരും ജയിച്ചു കയറി ഈ KPCC ആസ്ഥാനത്തേക്ക് ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. വെറും നിയമസഭാ കക്ഷി യോഗമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ യോഗമാണ്. അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള യോഗമാണ്. ഈ തെരഞ്ഞെടുപ്പിനുടനീളം ചർച്ച ചെയ്യപ്പെട്ട 3 പേരുകൾ, ആ 3 പേരുകളിൽ ആരെയാണ് തങ്ങൾ പിന്തുണയ്ക്കുന്നതെന്ന് AICC നിരീക്ഷകരോട് പറയാനുള്ള, ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ള നിർണായക യോഗമാണ് KPCC ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. ഒറ്റയ്ക്ക്, അതായത് വെവ്വേറെയായി ഓരോ MLA-മാരും തങ്ങളുടെ അഭിപ്രായം AICC നിരീക്ഷകരെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ KC വേണുഗോപാലാണ് ഇതിൽ MLA-മാരുടെ ബഹുഭൂരിപക്ഷം പിന്തുണ ഉറപ്പാക്കുന്ന നേതാവ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏറെക്കുറെ 50-നോടടുത്ത് MLA-മാരുടെ പിന്തുണ KC വേണുഗോപാൽ ഉറപ്പാക്കുന്നു. ആ പിന്തുണ KC വേണുഗോപാലിനൊപ്പമാണ് എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. ആ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവർ അകത്ത് രേഖപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഇത് KPCC-ക്കുള്ളിൽ അങ്ങേയറ്റം രഹസ്യാത്മകമായാണ് ഈ അഭിപ്രായങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA-മാർ AICC നിരീക്ഷകരായ മുകുൾ വാസനിക്കിനും അതുപോലെ അജയ് മാക്കനും മുന്നിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ പുറത്ത് MP-മാർ ഒപ്പം മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ പരസ്യ പിന്തുണ നൽകുന്നു എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. സുധാകരൻ MP അടക്കമുള്ളവർ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ട് AICC-ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട MP-മാർ, അത് ബെന്നി ബെഹനാൻ, MK രാഘവൻ, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്നു. ഈ സമയത്ത് ഹൈബി ഈഡൻ, VD സതീശനൊപ്പം നിൽക്കുന്നു. ആ തരത്തിൽ അങ്ങനെ നേതാക്കൾ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിൽ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ 63 MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിനു ശേഷം മുതിർന്ന നേതാക്കൾ, അതായത് ഇനി കാണാനുള്ള MP-മാർ ഒപ്പം മുതിർന്ന നേതാക്കളെയും ഭാരവാഹികളടക്കമുള്ളവരെ ഈ AICC നിരീക്ഷകർ KPCC ആസ്ഥാനത്ത് കാണും. അതിനുശേഷം ഘടകകക്ഷികളുമായുള്ള നിർണായകമായ യോഗം നടക്കും. അതായത് ഘടകകക്ഷികളുടെ അഭിപ്രായം കേൾക്കണമെന്ന് അവർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മുസ്ലിം ലീഗ് പ്രതിനിധി ഇവിടേക്ക് എത്തും, PK കുഞ്ഞാലിക്കുട്ടി ഇവിടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ക്ലെയിം VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ്. പൊതുസമൂഹം ആവശ്യപ്പെടുന്ന ആൾ അല്ലെങ്കിൽ പൊതുവികാരം കണക്കിലെടുക്കണമെന്ന് ഘടകകക്ഷികൾ അഭിപ്രായപ്പെടുന്നു. അത് VD
ഡി സതീശനൊപ്പമാണെന്ന് അഭിപ്രായപ്പെടുന്നു. വി ഡി സതീശനാണ് പട നയിച്ചത്. അണികൾ വി ഡി സതീശനൊപ്പമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. MLA-മാരിൽ 5 പേരെ തനിക്കൊപ്പമുള്ളൂ എങ്കിലും MLA-മാരുടെ ഈ പിന്തുണ രഹസ്യാത്മകമായതുകൊണ്ട് 35 പേരുടെയെങ്കിലും പിന്തുണ ഉറപ്പാക്കാനാകും ACCക്ക് മുന്നിലെന്ന് വി ഡി സതീശൻ പക്ഷം അവകാശപ്പെടുന്നുണ്ട്, പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. സമാനമായി തന്നെ മുതിർന്ന നേതാവ് എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തല തന്റെ ക്ലെയിം മുന്നോട്ട് വെക്കുകയും തന്റെ അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ 16ഓളം MLA-മാർ അദ്ദേഹത്തിനൊപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദത്തിനായി തുടരുന്നു. ഇതിൽ വി ഡി സതീശൻ, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നിലപാട് ACC നിരീക്ഷകരെ നേരിട്ടെത്തി അറിയിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിൽ MLA-മാരുടെ അഭിപ്രായം മാത്രം കേട്ടാൽ പോരാ, എന്തുകൊണ്ട് MLA-മാരുടെ അഭിപ്രായം മാത്രം കേൾക്കുന്നു എന്നുള്ളത് ഹൈക്കമാൻഡിന് അതിന് മറുപടിയുണ്ട്. നേരത്തെ സമാനമായി തന്നെ ഇത്തരത്തിലുള്ള സങ്കീർണമായ സാഹചര്യം നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം MLA-മാർ ആരെയാണോ പിന്തുണയ്ക്കുന്നത് അവർ മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. അത് രാജസ്ഥാനിൽ കണ്ടതാണ്, കർണാടകയിൽ കണ്ടതാണ്, തെലങ്കാനയിൽ കണ്ടതാണ്. സമാനമായ ഫോർമുല തന്നെയായിരിക്കും കേരളത്തിൽ നിന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് MLA-മാരുടെ അഭിപ്രായം കേൾക്കുന്നത്. പക്ഷേ MLA-മാരുടെ മാത്രം അഭിപ്രായം കേട്ടാൽ പോരാ എന്നാണ് വി ഡി സതീശൻ ACC നിരീക്ഷകർക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. പൊതുവികാരം കണക്കിലെടുക്കണം, ഘടകകക്ഷികളുടെ വികാരം മാനിക്കണം, അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അതുമാത്രമല്ല, തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല എങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന കടുത്ത നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒപ്പത്തിനൊപ്പം 3 നേതാക്കൾ മുന്നോട്ട് പോകുന്നു. അതിൽ 1 ഇഞ്ച് മുന്നിൽ KC വേണുഗോപാലെങ്കിൽ തൊട്ട് പിന്നിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിനായി തുറന്ന പോരെ തന്നെ നടത്തുന്നെന്ന് കാണാം. അവർക്ക് ഉള്ള ഫ്ലെക്സ് യുദ്ധങ്ങൾ, പ്രകടനങ്ങൾ കേരളത്തിൽ അങ്ങിങ്ങായി നടക്കുന്നു. ബോർഡുകൾ വെക്കുന്നു, അങ്ങിങ്ങ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഇരിട്ടിയിൽ പ്രതിപക്ഷ നേതാവിനായി അണികൾ രംഗത്തിറങ്ങുമെന്ന് പറയുന്നു. KC വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ KC വേണുഗോപാൽ 6 മാസം കഴിഞ്ഞ് ജനവിധി തേടുന്നിടത്ത് നിന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് കോൺഗ്രസ് അണികൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഭീഷണി മുഴക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇമെയിലുകൾ പോകുന്നു. ആ തരത്തിൽ ഈ യുദ്ധം മാറിക്കഴിഞ്ഞു. എന്താണെങ്കിലും ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ ഇന്ന് രാത്രിയോടുകൂടി സമയമുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ACC നിരീക്ഷകർ ഇവിടെ നിന്ന് ഈ അഭിപ്രായവുമായി ഡൽഹിയിലേക്ക് പറക്കും. അവിടെ അവർ റിപ്പോർട്ടാക്കി അത് ACCക്ക് കൈമാറും. തൊട്ടടുത്ത ദിവസം കേരളത്തിലെ ഈ പ്രമുഖ നേതാക്കളെ, പ്രത്യേകിച്ച് ഈ ക്ലെയിം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അവരുടെ അഭിപ്രായം കേൾക്കും. ACC തീരുമാനിച്ച പേരുകാരൊഴികെയുള്ള മറ്റു നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമവും ACCയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുശേഷം 10-ാം തീയതിയോടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കടമ്പയായി നേരത്തെ പറഞ്ഞതുള്ള നിർണായകമായ യോഗം, MLA-മാരുടെ അഭിപ്രായം കേൾക്കുന്ന യോഗം KPCC പുരോഗമിക്കുന്നു. അലക്സ് റാമുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിനിടയിൽ വരുന്ന വാർത്ത, പേരാവൂരിൽ മത്സരിപ്പിച്ചതിൽ സെക്രട്ടേറിയറ്റിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നു KK ശൈലജ. ജയിക്കലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു, എന്നിട്ടും നിർബന്ധിച്ച് പേരാവൂരിൽ മത്സരിപ്പിച്ചു. മട്ടന്നൂരാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, മട്ടന്നൂരാണെങ്കിൽ ടീച്ചർ ജയിച്ചു വന്നേനെ. പ്രതിപക്ഷ നേതാവ് ആര് എന്ന കൺഫ്യൂഷൻ പോലും ഇല്ലാതിരുന്നേനെ അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.